കാലങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നിലനിന്നിരുന്ന ശത്രുതയുടെ കീഴ്വഴക്കങ്ങൾ മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ് തുർക്കി. ഇസ്ലാമിക ലോകത്തെ വമ്പൻ രാജ്യമായ ഈജിപ്തിനെ കൂട്ടുപിടിച്ച് പുതിയൊരു സംയുക്ത സൈനിക പ്രതിരോധ കരാറിനാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇപ്പോൾ പദ്ധതി മെനയുന്നത്. കഴിഞ്ഞ ദിവസം മക്കയിൽ വെച്ച് തുർക്കിയും സൗദിയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പുവെച്ച മക്ക പ്രതിരോധ കരാറിലേക്ക് ഈജിപ്തിനെയും ക്ഷണിച്ചുകൊണ്ട് അറബ് ലോകത്ത് വലിയൊരു സൈനിക സഖ്യത്തിന് തുർക്കി വിത്തുപാകി കഴിഞ്ഞു. പഴയ ശത്രുതകൾ മറന്ന് ഈ വമ്പൻ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ നാറ്റോ മോഡലിലുള്ള ഒരു സൈനിക സഖ്യമാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. ഈ രാജ്യങ്ങളിൽ ഒന്നിനെതിരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒന്നിച്ച് നേരിടുമെന്നാണ് വ്യവസ്ഥ. പാകിസ്ഥാനും ഈജിപ്തും സൗദിയും തുർക്കിയും അടങ്ങുന്ന ഈ പുതിയ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തിലാകണം എർദോഗാൻ ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആകെ വെല്ലുവിളിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ കയറിക്കൂടാമെന്ന പഴയ മോഹം ഉപേക്ഷിച്ച അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേൾക്കണം. യൂറോപ്യൻ യൂണിയൻ അംഗത്വം ഇനി ഞങ്ങളുടെ മുൻഗണനയിലില്ല. ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് യൂറോപ്പിന്റെ തന്നെ വലിയ നഷ്ടമാണ്. സ്വന്തം നാട്ടിലെ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും മാറ്റാൻ പെടാപ്പാട് വിടുന്ന തുർക്കി യൂറോപ്പിനെ നോക്കി ഈ മാസ് ഡയലോഗൊക്കെ അടിക്കുമ്പോൾ ആർക്കായാലും ചിരി വരും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. റഷ്യയിൽ നിന്ന് S-400 വാങ്ങിയതിന്റെ ഉപരോധം നീക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ടെന്നും എർദോഗാൻ വീമ്പിളക്കിയിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ. ഗസയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം ഹമാസ് വാക്ക് പാലിച്ചിട്ടും ഇസ്രായേൽ യുദ്ധം തുടരുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ലബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ സഹായം അദ്ദേഹം തേടുന്നുണ്ട്. സിറിയയിൽ സമാധാനം കൊണ്ടുവരാൻ ഉടൻ അങ്ങോട്ട് പോകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോരാത്തതിന് സുഡാനിലെ ഭരണ നേതൃത്വവുമായും ലിബിയയുമായും തനിക്ക് നല്ല ബന്ധമാണെന്നുമൊക്കെ അവർക്കും തുർക്കിയുടെ പിന്തുണ തുടരുമെന്നൊക്കെയാണ് വലിയ വായിൽ അദ്ദേഹം പറയുന്നത്. ഈ വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഇവർ വിരട്ടാൻ നോക്കുന്നത് ഇന്ത്യയും ഇസ്രായേലിനെയുമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരാൻ നടക്കുന്നവന്റെ സ്വന്തം രാജ്യത്തെ അവസ്ഥ പരമദയനീയമാണ്. IMF-ന്റെ ഔദാര്യത്തിൽ പട്ടിണി മാറ്റുന്ന പാകിസ്ഥാനും ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ ഷെഡിൽ കയറുന്ന തുർക്കിയും ചേർന്ന് എന്ത് വലിയ പ്രതിരോധ സഖ്യം ഉണ്ടാക്കിയാലും അത് ഇന്ത്യയെയോ ഇസ്രായേലിനെയോ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇനി ഈ സഖ്യത്തിൽ സൗദി അറേബ്യ ഉള്ളത് കൊണ്ട് പാകിസ്ഥാൻ എന്തെങ്കിലും വലിയ കളികൾ ഇന്ത്യയോട് കളിക്കാമെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. കാരണം സൗദി അറേബ്യയ്ക്ക് ഇന്ന് ഇന്ത്യയുമായി ഉള്ളത് കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാര ഊർജ്ജ സ്ട്രാറ്റജിക് ബന്ധമാണ്. കോടിക്കണക്കിന് കടം സൗദിയിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാതെ മുങ്ങി നടക്കുന്ന പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ പോലൊരു വമ്പൻ സാമ്പത്തിക ശക്തിയെ പിണക്കാൻ സൗദി തയ്യാറാകുമെന്നത് പാകിസ്ഥാന്റെ വെറും പകൽക്കിനാവ് മാത്രമാണ്. അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ നയതന്ത്ര വിജയം. ഇന്ത്യ വിരുദ്ധ രാജ്യമായ തുർക്കിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ ഏത് സഖ്യത്തിൽ ചേർന്നാലും ഇന്ത്യയെ തൊടാൻ അവർ ധൈര്യപ്പെടില്ല. ആഗോളതലത്തിൽ ഇന്ത്യ പടുത്തുയർത്തിയ നയതന്ത്ര കോട്ട അത്രത്തോളം ശക്തമാണ്. ചുരുക്കത്തിൽ കടലാസിൽ ഒപ്പുവയ്ക്കാൻ ഇത്തരം കരാറുകൾ കൊള്ളാം. എന്നാൽ യഥാർത്ഥ ലോകത്ത് ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നടത്താൻ ഈ സഖ്യത്തിലുള്ള ഒരു രാജ്യവും ധൈര്യപ്പെടില്ല. സ്വന്തം രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വഴിയില്ലാത്തവർ ചേർന്നുണ്ടാക്കിയ ഈ പുതിയ ഇസ്ലാമിക നാറ്റോ ഇന്ത്യയുടെ അജയ്യമായ കരുത്തിന് മുന്നിൽ വെറും ഒരു പ്രഹസനം മാത്രമായി ഒതുങ്ങും. മിസ്റ്റർ സുസ്റ്റേനാണ്.